ആദ്യത്തെ ടെസ്റ്റിലെ പരാജയത്തിന് ശേഷം ഇന്ത്യ ഓടിപ്പോകുന്നത് എഡ്ജ്ബാസ്റ്റനിലോട്ടാണ് പറയേണ്ടിയിരിക്കുന്നത്. ഇന്ത്യയുടെ ബാലികേറ മലയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് വരെ ഇന്ത്യൻ ടീം ഒരു ടെസ്റ്റ് മത്സരം പോലും എഡ്ജ്ബാസ്റ്റനിൽ വിജയിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ചരിത്രം. ഇന്ത്യക്ക് ഒരു ബാലികേറ മല തന്നെയാണ് എഡ്ജ്ബാസ്റ്റൻ. ഒരു മത്സരം പോലും, ഒരു ടെസ്റ്റ് മത്സരം പോലും ഇന്ത്യക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡ്രോ ആയിട്ടുണ്ട്, പക്ഷേ ഒരു ടെസ്റ്റ് പോലും ഇന്ത്യക്ക് എഡ്ജ്ബാസ്റ്റനിൽ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 2022 378 റൺസ് ഇംഗ്ലണ്ട് ഇന്ത്യക്കെതിരെ ചേസ് ചെയ്ത് ജയിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു രീതിയിലും ബെനിഫിറ്റ് ഇല്ലാത്ത ഒരു പിച്ചിലോട്ടാണ് ഇന്ത്യ ഓടിച്ചെല്ലുന്നത്. ആദ്യത്തെ പരാജയത്തിന് ശേഷം, ചോദിച്ചു വാങ്ങിച്ച പരാജയത്തിന് ശേഷം ഇംഗ്ലണ്ടിനോട് ദാനം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ മത്സരം ജയിച്ച മത്സരം 4ാമത്തെ ദിവസം വരെ ഇന്ത്യ മത്സരത്തിലുണ്ടായിരുന്നു. എന്നാൽ 4ാമത്തെ ദിവസത്തിലെ ചെറിയ എറർ, ലോ ഓർഡർമാർ വരുത്തി വെച്ച എറർ, ഇന്ത്യയുടെ ഫീൽഡർമാർ വരുത്തി വെച്ച എറർ, ഇന്ത്യയുടെ ബോളർമാർ വരുത്തി വെച്ച എററിൽ നമ്മൾ മത്സരം ദയനീയമായി തോറ്റു. ജയിക്കേണ്ട മത്സരമായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഒരു ഡ്രോയുമായിട്ടെങ്കിലും പോകാമായിരുന്നു. തോൽക്കുന്നതിലും എന്തുകൊണ്ട് ബെറ്റർ ആയിരുന്നു അവിടെ ഒരു ഡ്രോ ആയിട്ട് പോകുന്നത്. എന്നാൽ ഇന്ത്യൻ ടീമിന് അത് കഴിഞ്ഞില്ല. എഡ്ജ്ബാസ്റ്റനിലോട്ട് വരുന്നു. ഒരു നല്ല റെക്കോർഡും ഇന്ത്യക്ക് എഡ്ജ്ബാസ്റ്റനിൽ പറയാനില്ല. എഡ്ജ്ബാസ്റ്റനിലെ പിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നു. ബോളർമാരുടെ ശവപ്പറമ്പ്, ബാറ്റർമാരുടെ പറുദീസ എന്ന് പറയുന്നത് സൂപ്പർ പിച്ചാണ് ബാറ്റ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ബോളർമാർക്ക് ഒരു രീതിയിലുള്ള ബെനിഫിറ്റും കിട്ടത്തില്ല. കിട്ടും, ആദ്യത്തെ ഒരു 13 ഓവർ വരെ ചെറുതായിട്ട് സൈഡ് വേസ് മൂവ്മെൻറ്റും സിങ്ങും സീമും ഒക്കെ കിട്ടും. 13 ഓവറൊക്കെ കഴിയുമ്പോഴത്തേന് ഫീൽഡ് പൊട്ടിക്കേണ്ടതായിട്ട് വരും. സ്ക്വയറിൽ ഫീൽഡർ ഇടേണ്ടതായിട്ട് വരും, കവറിൽ ഫീൽഡർ ഇടേണ്ടതായിട്ട് വരും, സ്ലിപ്പ് പൊട്ടിക്കേണ്ടതായിട്ട് വരും. 1-2 സ്ലിപ്പുമായിട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് അവിടെ ബാറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ബാറ്റിംഗ് ആവറേജ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ലാസ്റ്റ് 14 ടെസ്റ്റിലെ ബാറ്റിംഗ് ആവറേജ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഡേ 396 റൺസ്, ഏകദേശം നോക്കുകയാണെങ്കിൽ 3.50 റൺ റേറ്റ്. സെക്കൻഡ് ഡേ ബാറ്റിംഗ് ആവറേജ് നോക്കുകയാണെങ്കിൽ 378, റൺ റേറ്റ് വന്നിട്ട് 3.46. മൂന്നാമത്തെ ദിവസത്തെ ബാറ്റിംഗ് ആവറേജ് വന്നിട്ട് 332, റൺ റേറ്റ് 1.30. നാലാമത്തെ ദിവസത്തെ ബാറ്റിംഗ് ആവറേജ് വന്നിട്ട് 312 റൺസ്, റൺ റേറ്റ് വന്നിട്ട് 3.45. ബാറ്റിംഗ് പറുദീസ എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. അവിടെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് സ്പിന്നർമാർക്കാണ്. 4ാമത്തെ ദിവസവും 5ാമത്തെ ദിവസവും സ്പിന്നർമാർക്ക് അവിടെ നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടും. ആ ഒരു ബെനിഫിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നവർ സത്യം പറഞ്ഞാൽ ജയിക്കാൻ കഴിയും. നോക്കുവാണെങ്കിൽ ലീഡ്സിലെ പിച്ച് പോലെ തന്നെ 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസം അവിടെ റഫായിട്ടുള്ള ഏരിയ വരും, ട്രാക്ക് വരും പിച്ചിനകത്ത്. സോ ആ റഫായിട്ടുള്ള ഏരിയ ഹിറ്റ് ചെയ്ത് ബോൾ ചെയ്യുവാണെങ്കിൽ ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കഴിയും. രവീന്ദ്ര ജഡേജയിൽ നിന്ന് നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ രവീന്ദ്ര ജഡേജ ലീഡ്സിൽ നിരാശപ്പെടുത്തി. എന്നാൽ അതേ ഒരു സാഹചര്യം തന്നെയാണ് എഡ്ജ്ബാസ്റ്റനിലോട്ട് വരുമ്പോഴത്തേന്. 4th ഡേ 5th ഡേയിൽ സ്പിന്നർമാർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നൊരു പിച്ചാണ്. ഏകദേശം നോക്കുകയാണെങ്കിൽ 7 ഓവർ എറിയുവാണെങ്കിൽ 1 വിക്കറ്റ്, അല്ലെങ്കിൽ 9 ഓവറിനകത്ത് 1 വിക്കറ്റ് തീർച്ചയായിട്ടും സ്പിന്നർമാർക്ക് അവിടെ ലഭിക്കും. സോ ആ ഒരു സാഹചര്യത്തെ ആര് ബ്യൂട്ടിഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നോ അവർക്ക് ഈ ടെസ്റ്റ് നേടാൻ കഴിയും. ഇന്ത്യൻ ടീമിൽ നോക്കുവാണെങ്കിൽ രവീന്ദ്ര ജഡേജയോ കുൽദീപ് യാദവോ ടീമിലേക്ക് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. 2 സ്പിന്നറെ വേണമെങ്കിലും ചിലപ്പോൾ ടീമിലേക്ക് ഇടാം ഇന്ത്യൻ ടീം. പിന്നെ നോക്കുവാണെങ്കിൽ ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ച്. ഇംഗ്ലണ്ട് നോക്കുവാണെങ്കിൽ അവരുടെ എല്ലാ ബാറ്റർമാരും ഫോമിലാന്ന് പറഞ്ഞിരിക്കുന്നു. റൂട്ട് ഫോമിലേക്ക് തിരിച്ചു വരുന്നു, സ്മിത്ത് ഫോമിലേക്ക് വരുന്നു, ബെൻഡക്കറ്റ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു, ജാക്ക് ട്രോളി വന്നിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അവരുടെ ബാറ്റിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് പറഞ്ഞിരിക്കുന്നു. അവരുടെ വാലറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ കഴിയും. സോ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിന് പറ്റിയൊരു പിച്ചാണ്. ഇന്ത്യയുടെ ബാറ്റർമാർ നമ്പർ 5 വരെ നോക്കുവാണെങ്കിൽ നല്ല ഫോമിൽ തന്നെയാണ്. അവിടെ ചെറിയൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ കരുണായരും സായി സുദർശനും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നല്ല ഫോമിലാണ്. ആ ഒരു ഫോം അവർക്ക് ക്യാരി ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പിച്ച് തന്നെയാണ്. ഇന്ത്യക്ക് മേ ബി ഇവിടെ ചരിത്രം എഴുതാൻ കഴിയും. ആദ്യത്തെ ടെസ്റ്റ് വിജയം ഇന്ത്യക്ക് ഇവിടെ കരസ്ഥമാക്കാൻ കഴിയും. ഇന്ത്യയുടെ ബാറ്റർമാരും ഇന്ത്യയുടെ സ്പിന്നർമാരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർ കറക്റ്റ് രീതിയിൽ ചാനൽ ഹിറ്റ് ചെയ്ത് ബോൾ ചെയ്യുകയാണെങ്കിൽ, ടോസ് കിട്ടുവാണെങ്കിൽ ഇന്ത്യ എന്തായാലും ബോൾ ചെയ്യാനാണ് ചാൻസ്. ഇംഗ്ലണ്ടിൻ്റെ 4 ഫാസ്റ്റ് ബോളർമാരെ ഫേസ് ചെയ്യാൻ ഇന്ത്യ എന്തായാലും പോകത്തില്ല. ഫസ്റ്റ് ഒരു 1 അവർ 1.5 അവർ എങ്ങനെ പോയാലും ചെറിയ രീതിയിലൊരു ബെനിഫിറ്റ്സ് എന്തായാലും ഫാസ്റ്റ് ബോളർമാർക്ക് കിട്ടും. സൈഡ് വേസ് മൂവ്മെൻറ്റ് കിട്ടും. എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ റിസ്ക് എടുക്കാൻ പോകും തോന്നുന്നില്ല. ഇന്ത്യ അവിടെ ബോൾ ചെയ്യാൻ തന്നെ ആയിരിക്കും കൂടുതൽ ചാൻസ് കാണുന്നത്. പിന്നെ ഇന്ത്യൻ ടീമിലോട്ട് വരുവാണെങ്കിൽ ബുംറ കളിക്കുന്നില്ല. എന്തുകൊണ്ട് നല്ല തീരുമാനം എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് ആ മനുഷ്യനെ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെങ്കിലും ഒന്ന് കാണാൻ കഴിയട്ടെ. അല്ലെങ്കിൽ ആ മനുഷ്യൻ 31ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 32ാമത്തെ വയസ്സിൽ എന്തിനാണ് ആ മനുഷ്യൻ്റെ ഭാവി കളയുന്നത്? ഇതുപോലെ ഒരു സൂപ്പർ ബോളർ ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ബുംറയ്ക്ക് റിപ്ലേസ്മെൻ്റ് ആയിട്ട് ലോകത്തിൽ ഒരു ബോളർ പോലും ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്നു. സോ ആ മനുഷ്യനെ റെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇതുപോലെ ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചിൽ പിന്നെയും കൊണ്ട് റീപിച്ച് വല്ല ഇഞ്ചുറി ആയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ കരിയർ തന്നെ അവസാനിക്കേണ്ടതായിട്ട് വരും. സോ കളിക്കാതെ തന്നെയാണ് ബെറ്റർ. ഇന്ത്യൻ ടീമിൻ്റെ സെലക്ഷൻ സത്യം പറഞ്ഞാൽ എക്സ്പോസ് ആവട്ടെ. ഭുവനേശ്വർ കുമാറിനെ അവിടെ എടുക്കുന്നില്ല.
കമ്പോജിനെ പറഞ്ഞ് നാട്ടിലോട്ട് വിടുന്നു. ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫ് നോക്കുവാണെങ്കിൽ ചില താല്പര്യ കക്ഷികളെ ടീമിലേക്ക് വെക്കുന്നു. ആരാണ് കളിക്കാൻ ഡിസേർവ് ആയിട്ടുള്ളത് അവരെ ഒന്നും ടീമിലോട്ട് എടുക്കുന്നില്ല. എക്സ്പോസ് ആവട്ടെ, ഇന്ത്യയുടെ കോച്ചാണെങ്കിൽ എല്ലാവരും എക്സ്പോസ് ആവണം. സത്യം പറഞ്ഞാൽ ഈ മത്സരം കഴിയുന്നവരും ഒരു ബുംറയെ മാത്രം ആശ്രയിക്കുന്ന ഒരു ടീമായിട്ട് മാറാതിരിക്കട്ടെ. സോ ബുംറ കളിക്കുന്നില്ല എന്നാണ് കേൾക്കാൻ കഴിഞ്ഞ വാർത്ത. അതിന് പകരം അർഷ്ദീപ് സിംഗ് ടീമിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അർഷ്ദീപ് സിംഗ് തൻ്റെ ആദ്യത്തെ ടെസ്റ്റ് എന്തായാലും എഡ്ബാസ്റ്റനിൽ കളിക്കാനുള്ള എല്ലാ ചാൻസും തെളിഞ്ഞു വരുന്നുണ്ട്. സോ എഡ്ബാസ്റ്റനിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ സ്പിന്നിലോട്ട് വരുവാണെങ്കിൽ രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ് ഇവർ രണ്ടുപേരും കളിപ്പിക്കാൻ ചാൻസ് ഉണ്ടോ, അതോ രവീന്ദ്ര ജഡേജയെ മാറ്റി നിർത്തിയിട്ട് കുൽദീപിനാണോ കളിപ്പിക്കുന്നതെന്ന് അറിയില്ല. എൻ്റെ ഒരു പേഴ്സണൽ തീരുമാനം വെച്ചിട്ട് കുൽദീപ് യാദവിനെ കളിപ്പിക്കുക തന്നെ ചെയ്യുക. പ്രത്യേകിച്ച് 4th ഡേ 5th ഡേയിൽ സ്പിന്നർമാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പിച്ചിൽ രവീന്ദ്ര ജഡേജ ഫസ്റ്റ് ടെസ്റ്റിൽ നിരാശപ്പെടുത്തിയ സാഹചര്യത്തിൽ കുൽദീപ് യാദവിനെ കൂട്ട് ഒരു റിസ്ക് സ്പിന്നറിനെ കളിപ്പിക്കുന്നത് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിന് നല്ലത്. പിന്നെ ഷാർദുൽ താക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിലേക്ക് കൊണ്ടുവരിക. ഒരു 6-5 ഓവർ നിതീഷ് കുമാർ റെഡ്ഡിക്കും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കരുൺ നായരിന് ഒരു അവസരം കൂടെ കൊടുക്കുക. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടതാണ്. 7 വർഷത്തിന് ശേഷം ടീമിലേക്ക് തിരിച്ചു വന്നതാണ്. നല്ലൊരു പെർഫോമൻസ് എനിക്ക് തോന്നുന്നു കരുൺ നായരിനും കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ സെയിം ടീമുമായിട്ട് തന്നെ ഇന്ത്യ പോകുന്നതായിരിക്കും നല്ലത്. ജഡേജയ്ക്ക് പകരം കുൽദീപ്, ഷാദുലിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി, ബുംറയ്ക്ക് പകരം അർഷ്ദീപ് സിംഗ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നുന്നു. ഇംഗ്ലണ്ടിലോട്ട് പോകണമെങ്കിൽ ഒരു മാറ്റത്തിനായിരിക്കും അവിടെ ചാൻസ്. ജോഷ് ടങ്കിന് പകരം അവിടെ ജോ ഫാർച്ചർ വരാനായിരിക്കും ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. ബാക്കി നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ സെയിം സ്കോഡുമായിട്ട് തന്നെ പോകാനായിരിക്കും ചാൻസ്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു മത്സരമാണ് രണ്ടാമത്തെ ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചില്ല എങ്കിൽ വൈറ്റ് വാഷ് ഉറപ്പാന്ന് പറയേണ്ടിയിരിക്കുന്നു. WTC സൈക്കിൾ 2027 ഇന്ത്യ മറക്കുക തന്നെ ചെയ്യുക. ജിക്ക് നല്ല രീതിയിൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു വൈറ്റ് വാഷ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ. സോ ജിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ടെസ്റ്റ് നിർണായകം എന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ ഇന്ത്യയുടെ ലോഡറിന്, പിന്നെ ഇന്ത്യയുടെ ബോളർമാർക്ക്, പിന്നെ ഇന്ത്യയുടെ ഫീൽഡർമാർക്ക്. രണ്ടാമത്തെ ടെസ്റ്റിൽ ഒരു ചരിത്രം എഴുതാൻ ഇന്ത്യക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.